പുലരുന്നത് മുതൽ കേരളത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സമരശേഷി എന്ത് എന്ന് കേരളത്തിലെ ഗവൺമെന്റും ഇന്ത്യ ഭരിക്കുന്ന RSS ഗവൺമെന്റിന്റെ ചട്ടുകമായ കുറെ കാലമായി അവരുടെ ആയുധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന EDയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPIMന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ EDയെ ഉപയോഗപ്പെടുത്തി അങ്ങ് വിഴുങ്ങാമെന്ന് ധാരണയോടെ, അതോടുകൂടി കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് തകർത്ത് കളയാമെന്ന ധാരണയോടെ RSSഉം RSSന്റെ ആയുധമായി കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള VD സതീശനും ചേർന്ന് ഒരു പ്രഹസനം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള പരിശ്രമം നടത്തിയ ദിവസമാണിന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി ഓർമ്മയിൽ വെക്കുന്ന ദിവസമായിരിക്കുമെന്ന് VD സതീശനും VD സതീശനെ പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നത് നന്നാവും. ഭരിക്കാൻ വേണ്ടി തയ്യാറാക്കി ഉണ്ടാക്കിയ ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പാർട്ടിയുടെ ഒരു പേജ് മാത്രമാണ് ഭരണം. അതങ്ങ് പോയി എന്നുള്ളത് കരുതി അങ്ങ് വലിച്ചു പോകുമെന്നാരും കരുതണ്ട. ഉജ്ജ്വലമായ സമര പോരാട്ടത്തിന്റെ നാളുകളാണ് VD സതീശനും മോഡിയും EDയും കാണാൻ പോകുന്നത് എന്നതിന്റെ സൂചനയാണ് ഇന്ന് ഈ പെരുന്നാൾ തലേന്നായിട്ട് പോലും ഇവിടെ നടന്ന ഈ പ്രതിഷേധം. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ വീടുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മരുമകന്റെ വീട്ടിൽ നിന്ന് അവർക്ക് തെളിവായിട്ട് കിട്ടിയത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യം ഇത്തരുണത്തിൽ നമുക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ടാണ് പിണറായിയുടെ വീട് മുഖ്യമന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ED കേസെടുക്കാത്തത്? ED അല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികൾ വന്നാലും കുറ്റം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടിന്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് വളരെ ശാന്തമായി ഈ അന്വേഷണങ്ങളോട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ നീണ്ട 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPIMനെ, ഇടതുപക്ഷത്തെ, പിണറായി വിജയനെ ദുർബലമാക്കാൻ, തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഡൽഹിയിൽ EDയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുൾപ്പെടെ CPIMന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാർച്ച് നടത്തുകയുണ്ടായി. ഒരു മുട്ടുസൂചി പോലും, ഒരു കടലാസ് കഷ്ണം പോലും ഞങ്ങൾക്ക് തെളിവായി ലഭിച്ചില്ല എന്ന് എഴുതി കൊടുത്തുകൊണ്ട് അവർക്ക് പോകേണ്ടി വന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര നാളുകളായി, 2016 മുതൽ 21 വരെ ആദ്യ 5 വർഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് EDയും കസ്റ്റംസും CBIയും ഉൾപ്പെടെ കേന്ദ്രത്തിൽ എന്തെല്ലാം അന്വേഷണ ഏജൻസികളുണ്ടോ ആ അന്വേഷണ ഏജൻസികളെ മുഴുവൻ വിട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ, അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ, ഈ നിൽക്കുന്ന ഡോക്ടർ KT ജലീലിനെ ഉൾപ്പെടെ അന്ന് വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്നാൽ ഒരാൾക്കെതിരെ പോലും വ്യക്തമായിട്ടുള്ള ഒരു തെളിവിന്റെ കണിക പോലും അവർക്ക് ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പലതവണ കേരള ഹൈക്കോടതി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പ്രതികരണം നടത്തുന്ന സ്ഥിതി വരെ ഉണ്ടായി. എന്നാൽ ഇപ്പോ അധികാരം നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കി പോകണം. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ട സമയത്ത് അന്ന് കേരളത്തിലെ നിയമസഭാ സാമാജികനായിരുന്ന സഖാവിനെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ നട്ടെല്ല് തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അന്ന് വളഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ നട്ടെല്ല്, അന്ന് കുനിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ശിരസ്. ആ ശിരസ് ഇനി കുനിക്കാൻ വേണ്ടി നിങ്ങൾക്കാർക്കും കഴിയുമെന്നും ധരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതി
ഈ നാട്ടിൽ കുറച്ച് അപ്പൂപ്പൻ താടികൾ കാറ്റത്ത് കറങ്ങി നടക്കുന്നത് കണ്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണമില്ല എന്ന് വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 4 സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒലിച്ചുപോയി എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇന്ന് കേരളത്തിന്റെ തെരുവുകളിൽ കാണുന്നത്. അത് വരും ദിവസങ്ങളിലും ആവർത്തി